Hi guys, welcome back to Evas Mama World. ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ്. റെസ്റ്റോറൻറ്റിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോണ ഒരു പഴനിറച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു സ്പൈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കൊന്ന് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കി പഴം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പഴം അധികം വെന്തൊടിഞ്ഞു പോകരുത്. ഒരു 15 മിനിറ്റ് വരെ ഞാൻ ഈ പഴം ഒന്ന് വേവിച്ചെടുത്തു. ശേഷം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഞാനിവിടെ ചെമ്മീനാണ് എടുത്തത്. ചെമ്മീൻ സാധാ പോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുളകും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ ഒന്ന് ചൂടായാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെമ്മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തത് 10 ചെമ്മീനാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു ബനാന ആണ്. ഈ ചെമ്മീനൊന്ന് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുക. നീളത്തിൽ മുറിച്ച സവാള ആണ് ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല. ചെമ്മീനിൽ ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിരുന്നു. അപ്പോൾ ആ ഒരു മസാല തന്നെ മതി ഇതിന്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടിച്ച് വെച്ച് വേവിക്കുക. ഉള്ളി ഒന്നുകൂടെ ഒന്ന് വഴന്ന് വരണം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പഴത്തിലൊന്ന് നിറച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ബനാനൻ്റെ തോട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഒരു ഭാഗം മാത്രം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പഴം നിറച്ചത് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, ഒരു സൈഡ് മാത്രം കട്ട് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഗ്യാപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. ചെമ്മീനിന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ മസാല ഒന്ന് നമുക്ക് ഈ പഴത്തിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം. ആദ്യം ഉള്ളിയൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണിത്. ഈ പഴത്തിൻ്റെ ഒരു മധുരവും ഫില്ലിങ്സിൻ്റെ ഒരു എരിവുമായിട്ട് വരുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പഴമെല്ലാം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. നിങ്ങളതിൽ വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് വെച്ചാലും മതി. എൻ്റെ കയ്യിൽ വാഴൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ശേഷം ഇതൊരു 5 മിനിറ്റെങ്കിലും ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗീ ഒന്ന് തടവി കൊടുക്കുക. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.